ഒരു ദുർഗാഷ്ടമി നാളിൽ നാഗവല്ലിയും രാമനാഥനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിവരം രാജാവ് അറിഞ്ഞു. പ്രതികാരം ജ്വലിച്ച മനസ്സുമായി രാജാവ് അവരെ തേടിയെത്തി. നാഗവല്ലിയുടെ മുന്നിൽ വെച്ച് രാമനാഥൻ്റെ തല രാജാവ് കൊയ്തെടുത്തു. തൻ്റെ പ്രിയതമൻ്റെ മരണം കണ്ട് തകർന്നുപോയ നാഗവല്ലിയെ രാജാവ് ആ മുറിയിൽ തന്നെ ബന്ദിയാക്കി. ഒടുവിൽ വിരഹവും പകയും ഉള്ളിലൊതുക്കി അവൾ ആ മുറിക്കുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. നമ്മൾ സിനിമയിൽ കാണുന്ന നാഗവല്ലിക്ക് ഈ കഥയുമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചരിത്രത്തിൽ ശങ്കരൻ തമ്പി എന്നൊരു രാജാവ് കൊട്ടാരത്തിലെ ദാസിയെ കൊലപ്പെടുത്തിയതായി ഐതിഹ്യമാലയിൽ പരാമർശമുണ്ട്. എന്നാൽ നാഗവല്ലി എന്ന പേരും അവൾ തമിഴ് നർത്തകിയാണ് എന്നതും സിനിമയുടെ തിരക്കഥാകൃത്തായ മധു മുട്ടം ചേർത്ത മനോഹരമായ ഭാവനയാണ്. ഈ കഥയെ സൈക്കോളജിയുമായി ബന്ധിപ്പിച്ചതാണ് ആ സിനിമയെ ഇത്ര വലിയ വിജയമാക്കിയത്. നാഗവല്ലി ഇന്നും ഒരു മിത്തായി നമുക്കിടയിലുണ്ട്. ചിലർ പറയുന്നു അത് വെറും കഥയാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നു തെക്കിനിയിൽ ഇന്നും ആ നർത്തകിയുടെ കാൽച്ചിലങ്കകളുടെ ശബ്ദം കേൾക്കാമെന്ന്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.